മന്ത്രജപങ്ങളോടെ ബ്രഹ്മദത്തൻ വേഗം മുമ്പോട്ട് നടക്കുകയാണ്. നടന്നു വരുന്ന കൊച്ചു തിരുമേനിയുടെ പിന്നിലായി അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് വരുന്ന ഭീകര സത്വത്തെ കണ്ട് പകച്ചു നിന്ന രാമേട്ടനോട് മുമ്പേ നടന്നുകൊള്ളാൻ കണ്ണുകൾ കൊണ്ട് നിർദ്ദേശം നൽകി ബ്രഹ്മദത്തൻ. മുമ്പേ നടന്നു നീങ്ങിയ രാമേട്ടൻ പൂവത്തുങ്കൽ തറവാട്ടുമുറ്റത്ത് നിന്നിരുന്ന ഹരിയോടും കൂട്ടരോടും പുറത്തോട്ട് നടക്കാൻ പറഞ്ഞു. അവരെയും കൂട്ടി മുന്നോട്ട് നടക്കുമ്പോൾ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുതെന്ന് അയാൾ കൂട്ടത്തിലുള്ളവരെ ഓർമ്മപ്പെടുത്തി. അവർക്ക് പിന്നിൽ നടന്നു വരുന്ന ബ്രഹ്മദത്തന്റെ ചുണ്ടിൽ നിന്ന് ഉയർന്നു വന്ന മന്ത്രധ്വനികൾ അവർക്ക് വ്യക്തമായി കേൾക്കാം. അവർ പടിപ്പുര കഴിഞ്ഞ് മുന്നോട്ട് നടന്നു. ധൂളി രൂപേണ വീശിയടിച്ചു വന്ന കാറ്റിന്റെ ശക്തി പടിപ്പുര കഴിഞ്ഞപ്പോൾ കുറഞ്ഞു വന്നു. അവർ നടന്ന് കാറിനരികിലെത്തി. ഹരിയും ജാനകിയമ്മയും മണിയനും ശരിക്കും വിറച്ചുപോയിരുന്നു. വേഗം നടന്നതിനാലാവണം ജാനകിയമ്മ ശ്വാസം എടുക്കാൻ പാടുപെടുന്നുണ്ടെന്ന് ഹരിക്ക് തോന്നി. രാമേട്ടൻ തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ അപ്പോൾ അന്വേഷിച്ചു നടന്നതെന്തോ അത് കണ്ടെത്തിയതിന്റെ തിളക്കമുണ്ടായിരുന്നു. തിരിച്ചു പോരുമ്പോൾ ആരും ഒന്നും പരസ്പരം സംസാരിച്ചില്ല. ജാനകിയമ്മയ്ക്ക് ഇപ്പോഴും കിതപ്പ് മാറിയിട്ടില്ല. വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന തിരുമേനി എന്തോ ആലോചനയിലാണെന്ന് ഹരിക്ക് തോന്നി. ജാനകിയമ്മേ, മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് ബ്രഹ്മദത്തൻ വിളിച്ചു. എന്താ തിരുമേനി? അവർ ഞെട്ടലോടെ ചോദിച്ചു. പൂവത്തുങ്കൽ തറവാട്ടിൽ ഇപ്പോൾ ശേഷിക്കുന്ന അവകാശികൾ ആരൊക്കെയാണെന്നും അവർ എവിടെയൊക്കെയാണ് താമസിക്കുന്നതെന്നും നമുക്കറിയണം. എന്തിനാണ് തിരുമേനി? അതിൽ പ്രായമായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരുപക്ഷെ നമ്മളെ സഹായിക്കാൻ പറ്റും. അതറിയണമെങ്കിൽ നമുക്ക് മാന്തോപ്പ് നാരായണൻ നായരുടെ വീട് വരെ പോകണം. നാരായണനാണ് ഇപ്പോഴത്തെ കാര്യസ്ഥൻ. നാരായണന്റെ അച്ഛൻ അപ്പൂപ്പന്മാർ മുതൽ പൂവത്തുങ്കലെ കാര്യസ്ഥന്മാരായിരുന്നു. ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ടോ മാന്തോപ്പിലേക്ക്? നമ്മൾ പോകുന്ന വഴിയാണ് തിരുമേനി. എങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് കയറിയിട്ട് പോകാം, ബ്രഹ്മദത്തൻ പറഞ്ഞു. വീടിന് മുന്നിൽ അപരിചിതമായ ഒരു വണ്ടി വന്നു നിന്നതുകൊണ്ടാണ് നാരായണൻ നായരുടെ മകൻ രാധാകൃഷ്ണൻ പുറത്തേക്ക് വന്നത്. ജാനകിയമ്മയെ കണ്ട അയാൾ അവരുടെ അടുത്തേക്ക് വന്നു. അച്ഛനെ ഒന്ന് കാണാൻ വന്നതാടാ, ജാനകിയമ്മ പറഞ്ഞു. നിങ്ങൾ കയറിയിരിക്കെ, അച്ഛൻ ഇപ്പോൾ വരും, അയാൾ പറഞ്ഞു. അപരിചിതരെ കണ്ട് വീട്ടിലുള്ള പെണ്ണുങ്ങൾ വന്ന് എത്തി നോക്കിയിട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ തല മുഴുവൻ വെള്ളി കെട്ടിയ 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അവരുടെ അടുത്തേക്ക് വന്നു. എന്താണ് ജാനകിയമ്മ ഈ വഴിക്ക്? നിന്നെ കാണേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ നാരായണ, ജാനകിയമ്മ പറഞ്ഞു. എന്താ ആവശ്യം? അയാൾ തിരക്കി. എനിക്കല്ല, ദാ ഇരിക്കുന്ന തിരുമേനിക്കാണ് ചിലത് ചോദിച്ചറിയാനുള്ളത്, അവർ ബ്രഹ്മദത്തനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് അറിയേണ്ടത് താങ്കൾക്ക്? അയാൾ ചോദിച്ചു. പറയാം. അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്താം. ഞാൻ ചൂഴാറ്റില്ലത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി. ഇവിടെ ഒരു ആവാഹന കർമ്മത്തിന് വന്നതാണ് ഞാൻ. അതിന്റെ പൂർത്തീകരണത്തിന് പൂവത്തുങ്കൽ തറവാടിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനിപ്പോഴത്തെ കാര്യസ്ഥനായ താങ്കളോട് ചോദിച്ചാൽ മതിയെന്ന് ജാനകിയമ്മ പറഞ്ഞു. എന്താണ് തിരുമേനിക്ക് അറിയേണ്ടത്? അയാൾ ഭവ്യതയോട് ചോദിച്ചു. ആരൊക്കെയാണ് പൂവത്തുങ്കൽ തറവാടിന്റെ ഇപ്പോഴത്തെ അവകാശികൾ? അതിലാരാണ് ഇപ്പോൾ അവിടെ താമസം? തറവാടിനോട് ചേർന്ന സർപ്പക്കാവും കുടുംബക്ഷേത്രവും അതിനോട് ചേർന്നുള്ള പുരയിടങ്ങളും ആരുടെ പേരിലാണ്? കാട് പിടിച്ചു കിടക്കുന്നിടത്ത് താമസക്കാരോ? തിരുമേനി ഇതെന്താണ് ചോദിക്കുന്നത്? ജാനകിയമ്മയും മണിയനും പരസ്പരം നോക്കി. ഇതൊക്കെ എന്തിനാണ് അറിയുന്നത്? നാരായണൻ നായർ സംശയത്തോടെ ബ്രഹ്മദത്തനെ നോക്കി. നാരായണൻ നായരെ, എനിക്ക് ആ തറവാടിനെ കുറിച്ച് അറിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതുമൂലം ഒത്തിരി കുടുംബങ്ങളുടെ സങ്കടം ഇല്ലാതാവുകയും ചെയ്യും. അതിനാണ് ജാനകിയമ്മയും കൂട്ടി ഇവിടം വരെ വന്നത്. അല്ലാതെ ആ തറവാട്ടിൽ നിന്നും ഒന്നും സ്വന്തമാക്കാനല്ല. താങ്കളിൽ നിന്ന് അറിഞ്ഞില്ലെങ്കിലും ഞാനതറിയും. എനിക്കറിയേണ്ടതല്ല. എന്താ ജാനകിയമ്മ ഇദ്ദേഹം പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നാരായണൻ നായർ വേവലാതിയോട് ചോദിച്ചു. ജാനകിയമ്മ അതുവരെ നടന്ന സംഭവങ്ങൾ ചുരുക്കത്തിൽ അയാളോട് പറഞ്ഞു. ജാനകിയമ്മയുടെ വാക്കുകൾ കേട്ടു നിൽക്കുന്ന നാരായണൻ നായരുടെ കണ്ണുകൾ ഭയം കൊണ്ട് മിഴിഞ്ഞു വരുന്നത് ബ്രഹ്മദത്തൻ കണ്ടു. നാരായണൻ നായർ വന്ന് തിരുമേനിയുടെ അടുത്തിരുന്നു. തിരുമേനി, അയാൾ വിളിച്ചു. ഉള്ളിൽ എന്തോ ഭയം തട്ടിയതിനാലാവണം അയാളുടെ ശബ്ദം പതറിയിരുന്നു. പഴയ തറവാട് കാരണവറായിരുന്ന പരമേശ്വരൻ കുറുപ്പ് അദ്ദേഹത്തിന്റെ 7 മക്കളിൽ ഇളയവനായ മഹാദേവക്കുറുപ്പിന്റെ ഭാര്യയും മകനുമാണ് ഇപ്പോൾ പൂവത്തുങ്കൽ താമസിക്കുന്നത്. മഹാദേവൻ ഒരു വണ്ടി അപകടത്തിൽ നേരത്തെ മരിച്ചുപോയി. അവിടെ താമസക്കാരുണ്ടെന്ന് കേട്ടപ്പോൾ ഹരി പകച്ചുപോയി. അവിടെ താമസമുള്ളതായി പറയില്ലല്ലോ, ആകെ കാട് പിടിച്ച് വഴി പോലും ഇല്ലാതെ കിടക്കുമല്ലേ, അയാൾ തർക്കിച്ചു. ആര് പറഞ്ഞു കാടാണെന്ന്? നാരായണൻ നായർ ചോദിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് പണിക്കാരെ കൊണ്ട് തൊടി മുഴുവൻ ഞാൻ കിളപ്പിച്ച് തീർത്തത്. പിന്നെ വഴി, തറവാടിന്റെ മുറ്റം വരെ വലിയ വണ്ടികൾ വരെ കയറി വരും. അയാൾ പറഞ്ഞത് കേട്ട് ബ്രഹ്മദത്തൻ ഒഴികെ എല്ലാവരും നടുങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ കണ്ടതോ? മണിയൻ ജാനകിയമ്മയുടെ കാതിൽ ചോദിച്ചു. പരമേശ്വരക്കുറുപ്പിന്റെ ബാക്കി മക്കളോ? ബ്രഹ്മദത്തൻ ചോദിച്ചു. അവരാരും ജീവിച്ചിരിപ്പില്ല.
അവരുടെ കുടുംബങ്ങളൊക്കെ ഇപ്പോൾ പലയിടത്താണ് തിരുമേനി. നാരായണൻ നായർക്ക് എത്ര വർഷമായി ഈ തറവാടുമായി ബന്ധമുണ്ട്? അച്ഛനുള്ള കാലം മുതൽ ഞാൻ അവിടെ പോകുമായിരുന്നു. ഇപ്പോൾ 50 വർഷമായി അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഞാനാണ്. ഭാഗം വെപ്പിന് ശേഷവും അതിന് മാറ്റം വന്നിട്ടില്ല. ഈ പരമേശ്വരക്കുറുപ്പിന്റെ കാലത്ത് പ്രധാന ആശ്രിതന്മാർ ആരൊക്കെയായിരുന്നു? അതായത് കരപ്രമാണിയായിരുന്ന കുറുപ്പിന്റെ വിശ്വസ്തർ. അവരാരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? പരമേശ്വരക്കുറുപ്പ് അദ്ദേഹത്തിന്റെ കാലത്തെ പ്രധാന സേവകന്മാർ കുന്നേൽ വേലായുധനും വരമ്പത്ത് കുട്ടപ്പനുമായിരുന്നു. കുറുപ്പ് അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാർ. വേലായുധൻ എന്തിനും പോന്ന ഒറ്റയാനായിരുന്നു. കുട്ടപ്പന് വിശ്വസ്തരായ 3-4 ശിങ്കിടികളുണ്ടായിരുന്നു. കുട്ടപ്പന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായിരുന്നു. അതിൽ വേലായുധൻ ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചുപോയി. എൻ്റെ അച്ഛൻ്റെ പ്രായം കാണും ഇപ്പോൾ അയാൾക്ക്, നാരായണൻ നായർ പറഞ്ഞു. ഇവിടെ അടുത്താണോ വേലായുധൻ്റെ വീട്? അല്ല തിരുമേനി, കായലിനക്കരെയാണ്. ബ്രഹ്മദത്തൻ മൂളി. മഹാദേവന്റെ മകൻ എന്തു ചെയ്യുന്നു? കാശിനാഥൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നല്ല വിദ്യാഭ്യാസമുണ്ട്. ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. കൂട്ടും കൂടി കള്ളുകുടിയും ചെറിയ ചട്ടമ്പിത്തരവുമായി നടക്കുന്നു. ശരി, ഞങ്ങൾ ഇറങ്ങുകയാണ് നാരായണൻ നായരെ. എന്തെങ്കിലും സഹായം ആവശ്യം ഞാൻ വീണ്ടും വരും. അവർ ഇറങ്ങി. ഇനി എങ്ങോട്ടാ തിരുമേനി? വേലായുധൻ്റെ വീട്ടിലേക്കാണോ? മണിയൻ ചോദിച്ചു. അല്ല, ഹരിയുടെ വീട്ടിലേക്ക്. ഇനിയുള്ള യാത്രകൾ തനിച്ചു മതി. അതാണ് ഇവർക്ക് നല്ലത്, ബ്രഹ്മദത്തൻ മനസ്സിലുറപ്പിച്ചു. ഹരിയുടെ വീട്ടിൽ വന്ന് ഭക്ഷണശേഷം വിശ്രമിക്കാൻ പോയ ബ്രഹ്മദത്തൻ വൈകിട്ട് വേഷം മാറി വന്ന് ഹരിയോട് വണ്ടിയുടെ താക്കോൽ വാങ്ങി പുറത്തേക്ക് നടന്നു. ആരോടും ഒന്നും പറയാതെ അയാൾ വണ്ടിയിൽ കയറി പുറത്തേക്ക് ഓടിച്ചുപോയി. കടത്തുവള്ളത്തിലിരിക്കുമ്പോൾ വേലായുധനോട് ചോദിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ബ്രഹ്മദത്തൻ. ഇപ്പോഴും ജനങ്ങൾ ആദരവോടെ മാത്രം പറയുന്ന നഷ്ടപ്രതാപങ്ങളുടെ ശേഷിപ്പുമായി നിൽക്കുന്ന ഒരു തറവാടിൻ്റെ ഭൂതകാലം ചെയ്യാൻ ആ തറവാടിനെക്കുറിച്ച് എല്ലാം അറിയുന്ന ആളെയാണ് കാണാൻ പോകുന്നത്. അയാൾക്ക് എന്തെല്ലാമാണ് പറയാനുണ്ടാവുക? ചിന്തകളെ മുറിച്ചുകൊണ്ട് വള്ളക്കാരൻ്റെ വിളി വന്നു. തിരുമേനി, സ്ഥലമെത്തി. നേരെ കാണുന്നതാണ് വേലായുധൻ പാപ്പയുടെ വീട്. കുറച്ചകലെയായി വെട്ടം കാണുന്ന വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കടത്തുകാരൻ പറഞ്ഞു. കടത്തുകൂലി നൽകി വള്ളത്തിൽ നിന്നിറങ്ങി അയാൾ വേലായുധൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. മുറ്റത്ത് ബ്രഹ്മദത്തനെ കണ്ടതിനാലാവണം നാമം ജപിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. കുട്ടികൾ ചെന്ന് പറഞ്ഞതിനാലാവണം ഉടനെ ഒരു യുവതി വാതിക്കിലേക്ക് വന്നു. ആരാ? അവൾ ചോദിച്ചു. ഞാൻ അങ്ങേ കരയിൽ നിന്നാണ്. വേലായുധനെ ഒന്ന് കാണാൻ വന്നതാ. കയറിയിരിക്കാൻ പറഞ്ഞിട്ടവൾ അകത്തേക്ക് പോയി. കുറച്ചു സമയത്തിന് ശേഷം 90 വയസ്സിന് മേൽ പ്രായം തോന്നിക്കുന്ന ഒരു വൃദ്ധൻ അയാളുടെ അടുത്തേക്ക് വന്നു. പ്രായത്തിൻ്റെതായ ആവശ്യകതകളൊന്നും അയാൾക്കില്ലെന്ന് ബ്രഹ്മദത്തന് തോന്നി. ഒത്ത ഉയരം, കാലം ഉടവ് വരുത്തിയ ശരീരക്കൂറ്. ആരാ? മനസ്സിലായില്ല. നരച്ച പുരികങ്ങൾക്ക് മുകളിൽ കൈപ്പടം വെച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ഞാൻ ബ്രഹ്മദത്തൻ. കുറച്ച് വടക്കു നിന്നാണ്. പൂവത്തുങ്കൽ തറവാട് വിൽക്കുന്നതറിഞ്ഞ് വാങ്ങാൻ വന്നതാണ്. കാവും ക്ഷേത്രവും ഒക്കെയുള്ള ഒരു തറവാട് വാങ്ങുന്നതിന് മുമ്പ് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അന്വേഷിക്കണമല്ലോ. കാര്യസ്ഥൻ നാരായണൻ നായർ പറഞ്ഞത് അവിടെ കുഴപ്പമൊന്നുമില്ലെന്ന്. എനിക്കത് വിശ്വാസമായില്ല. അപ്പോൾ അയാൾ പറഞ്ഞതാ പൂവത്തുങ്കൽ തറവാടിനെക്കുറിച്ച് വേലായുധൻ പാപ്പയോട് ചോദിച്ചാൽ എല്ലാത്തിനും മറുപടി കിട്ടുമെന്ന്. അടുത്തുള്ള കസേരയിലേക്കിരുന്ന വേലായുധൻ ചോദിച്ചു. എന്താണ് ബ്രഹ്മദത്തൻ അറിയേണ്ടത്? എല്ലാം അറിയണം. പാപ്പയ്ക്കറിയാവുന്ന കാര്യങ്ങൾ. പൂവത്തുങ്കൽ തറവാടിൻ്റെ ഭൂതകാലം. വേലായുധൻ്റെ കണ്ണുകൾ കുറുകി. അയാളുടെ മുഖം ഇരുണ്ടു. സ്ഥല കച്ചവടത്തിന് വന്നവൻ എന്തിനു പഴയ കാല കാര്യങ്ങൾ അറിയണം? വരവൻ്റെ ഉദ്ദേശം അതല്ലല്ലോ ബ്രഹ്മദത്ത. വേലായുധൻ്റെ അടുത്ത് തർക്കിച്ചിരിക്കുന്നത് ബുദ്ധിയല്ലെന്ന് അയാൾക്ക് തോന്നി. താൻ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമാനാണ് അയാൾ. എനിക്കറിയേണ്ടത് ആ തറവാട്ടിൽ നടന്നിട്ടുള്ള ദുർമരണങ്ങളെക്കുറിച്ചാണ്. പിന്നെ അതിൻ്റെ കാരണവും. വേലായുധൻ്റെ കണ്ണിൽ ഒരു പിടച്ചിലുണ്ടായി. അവിടെ ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നാരായണൻ നായർ. കുറച്ചു നേരം മൂകമായി അയാളിരുന്നു. ശരിയാണ് നിങ്ങൾ അറിഞ്ഞത്. ദുർമരണം നടന്ന തറവാടാണത്. ഒന്നും രണ്ടുമല്ല. തറവാട്ടിലെ അംഗങ്ങളും ആശ്രിതരുമായി 14 പേർ. അതൊക്കെ നടന്നിട്ടിപ്പോൾ വർഷം 10-60 കഴിഞ്ഞു കാണും. അത് പറയുമ്പോൾ ആ കാലഘട്ടത്തിലേക്ക് മനസ്സ് പോയതുപോലെ ആയിരുന്നു അയാളുടെ ഇരിപ്പ്. ഓർമ്മകളിൽ നിന്നുണർന്ന അയാൾ ബ്രഹ്മദത്തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. നിങ്ങൾ സ്ഥലം വാങ്ങാൻ വന്നതല്ല അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? എൻ്റെ മനസ്സ് പറയുന്നു നിങ്ങളുടെ ഉദ്ദേശം അതല്ലെന്ന്. അതിന് കാരണം നിങ്ങളുടെ ചോദ്യങ്ങളിൽ തന്നെയുണ്ട്. സത്യം പറയൂ, നിങ്ങളാരാ? ഇനിയൊന്നും മറച്ചു വെക്കുന്നത് ശരിയല്ലെന്ന് ബ്രഹ്മദത്തന് തോന്നി. താൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം അയാൾ വേലായുധനോട് പറഞ്ഞു. അവിടെ നടന്ന ദുർമരണങ്ങളുടെ ചുരുൾ അഴിഞ്ഞാലേ എൻ്റെ കർമ്മങ്ങൾക്ക് പരിസമാപ്തി ഉണ്ടാവൂ എന്ന തിരിച്ചറിവാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ബ്രഹ്മദത്തൻ പറഞ്ഞു. വേലായുധനൊന്ന് ഇരുത്തിമൂളി. പൂവത്തുങ്കൽ തറവാടിൻ്റെ നാശം തുടങ്ങുന്ന സമയത്ത് ഈ നാരായണനൊക്കെ കുട്ടിയാണ്.
അവന്റെ അച്ഛനായിരുന്നു അന്ന് മേൽനോട്ടക്കാരൻ. പാടത്തും പറമ്പിലുമായി 10-200 ആളുകൾ പണിക്കുണ്ടാകുമായിരുന്നു അവിടെ. അവിടുത്തെ കാരണവർ തീരുമാനിക്കുന്നതാണ് അവിടുത്തെ നീതിയും നിയമവും. അത്രയ്ക്ക് പ്രതാപശാലികളായിരുന്നു കുറുപ്പന്മാർ. കരയ്ക്കും കരക്കാർക്കും ആശ്രയവും അഭിമാനവുമായിരുന്നു പൂവത്തുങ്കൽ തറവാട്. എന്നാൽ സുഭദ്രകുഞ്ഞിന്റെ മരണത്തോടെ തറവാടിന്റെ ഐശ്വര്യം കെട്ടു. കുഞ്ഞിന്റെ ആണ്ട് തികയുന്നതിന് മുമ്പേ ദുർമരണങ്ങളുടെ വിളനിലമായി മാറി അവിടം. ആരാണ് ഈ സുഭദ്ര? ബ്രഹ്മദത്തൻ ചോദിച്ചു. പൂവത്തുങ്കൽ തറവാട്ടിലെ പ്രമാണിയായ പരമേശ്വരക്കുറുപ്പിന്റെ ഒരേ ഒരു മകൾ. 6 ആൺമകൾക്ക് ശേഷം കുറുപ്പിന് പിറന്ന പെൺതരി, ആങ്ങളമാരുടെ പൊന്നുപെങ്ങൾ. അവൾ പറയുന്നതാണ് അവർക്ക് വേദവാക്യം. വളരും തോറും സൗന്ദര്യം കൊണ്ടും പെരുമാറ്റം കൊണ്ടും കരക്കാരുടെ പ്രിയപ്പെട്ടവളായി മാറി സുഭദ്രക്കുട്ടി. പാവപ്പെട്ടവരോട് അലവും സ്നേഹവും ഉള്ളവൾ. സുഭദ്രക്കുട്ടിയോട് സങ്കടം പറഞ്ഞവർക്കാർക്കും പരിഹാരമില്ലാതെ പോകേണ്ടി വരില്ലായിരുന്നു. അകാലത്തിൽ അമ്മ നഷ്ടപ്പെട്ടിട്ടും ആ കുറവൊന്നും കുറുപ്പ് മകളെ അറിയിച്ചിട്ടില്ല. വളർന്നപ്പോൾ നഗരത്തിലെ കോളേജിൽ പഠിക്കാൻ പോയ അവൾക്ക് താമസിക്കാൻ അവിടെ സ്വന്തമായി വീടും ആശ്രിതരെയും നൽകി കുറുപ്പ്. പഠിപ്പ് കഴിഞ്ഞ് ഉന്നത വിജയം നേടി വന്ന അവൾക്ക് കുറുപ്പന്മാർ കല്യാണാലോചന തുടങ്ങി. പല കരകളിൽ നിന്നും പ്രമാണിമാരുടെ മക്കൾ വന്നുപോയി. ആരെയും സുഭദ്രകുഞ്ഞിന് ബോധിച്ചില്ല. പരമേശ്വരക്കുറുപ്പിന്റെ ഉള്ളിൽ സംശയത്തിന്റെ മുള പൊട്ടി. അയാൾ അത് തന്റെ ആൺമക്കളെ വിളിച്ച് രഹസ്യമായി പറഞ്ഞു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരു ദിവസം ഈ കരയിലെ പ്രമാണിയായ വാഴപ്പള്ളി ദാമോദര പണിക്കരുടെ മകൻ ഗംഗാധര പണിക്കർ പൂവത്തുങ്കൽ തറവാട്ടുമുറ്റത്ത് വന്നു. ഞാനും സുഭദ്രയും സ്നേഹത്തിലാണെന്നും തനിക്ക് അവളെ കെട്ടിച്ചു തരണമെന്നും കുറുപ്പിന്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു. ആളറിയാതെ കുറുപ്പിന്റെ മക്കൾ ഗംഗാധരനെ തല്ലി. അവൻ തിരിച്ചും തല്ലി. ആൾബലം കൂടുതലുള്ള കുറുപ്പന്മാർ അവനെ തല്ലി അവശനാക്കി. ഇത് കണ്ട് അകത്തുനിന്നും നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന സുഭദ്ര കുഞ്ഞിനെ കുറുപ്പിന്റെ മൂത്ത മകൻ വലിച്ചിഴിച്ചു കൊണ്ടുപോയി മുറിയിലിട്ട് പൂട്ടി. എവിടെ നിന്നോ കയറി വന്ന ഒരുത്തിന് പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്നതിലും നല്ലത് രണ്ടിനെയും കൊല്ലുന്നതാണ്, മക്കൾ ഒരേ സ്വരത്തിൽ കുറുപ്പിനോട് പറഞ്ഞു. എന്നാൽ അവശനായി തിരിച്ചിറങ്ങുമ്പോൾ ഗംഗാധരൻ കുറുപ്പന്മാരോടായി പറഞ്ഞു, എന്റെ പെണ്ണിനെയും അവളുടെ വയറ്റിൽ വളരുന്ന എന്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വരുമടാ. വാഴപ്പള്ളി ദാമോദരന്റെ മകൻ ഗംഗാധരനാ പറയുന്നത്. വാഴപ്പള്ളി ദാമോദരൻ എന്ന് കേട്ടപ്പോഴേ കുറുപ്പ് അപകടം മണത്തു. തന്റെ മകനെ തല്ലിച്ചതച്ച വിവരം അയാൾ അറിഞ്ഞാൽ പൂവത്തുങ്കൽ പിന്നെ ആൺതരികൾ ഉണ്ടാകില്ലെന്ന് കുറുപ്പിന് നന്നായി അറിയാം. പെട്ടെന്ന് അയാൾ ഗംഗാധരനെ അനുനയപ്പെടുത്തി വീട്ടിൽ വിളിച്ചു വരുത്തി. അച്ഛന്റെ പ്രവൃത്തി കണ്ട് രോഷാകുലരായ ആൺമക്കൾ ഇറങ്ങിപ്പോയി. കുറുപ്പ് മൂത്ത മകന്റെ ഭാര്യയെ കൊണ്ട് സുഭദ്രക്കുട്ടിയെ തുറന്നു വിടുവിച്ചു. കരഞ്ഞുകൊണ്ട് ഓടി വന്ന സുഭദ്രകുഞ്ഞ് ഗംഗാധരനെ കെട്ടിപ്പിടിച്ചു. കുറുപ്പ് തല കുനിച്ചിരുന്നു. ഗംഗാധരൻ സന്തോഷത്തോടെ കുറുപ്പ് കൊടുത്ത വാക്കിന്റെ ഉറപ്പുമായി സുഭദ്രയോട് യാത്ര പറഞ്ഞിറങ്ങി. താമസിയാതെ ആ വാർത്ത നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവം. തന്റെ ഏക മകളെ ഒരു ചോകോ ചെറുക്കനെ കെട്ടിച്ചു കൊടുക്കാൻ കുറുപ്പ് അദ്ദേഹം വാക്ക് നൽകിയിരിക്കുന്നു. 4 മാസങ്ങൾക്കകം കല്യാണം നടത്തി കൊടുക്കാമെന്നായിരുന്നു കുറുപ്പ് കൊടുത്ത വാക്ക്. വിവരമറിഞ്ഞ പല നായർ പ്രമാണിമാരും അയാളെ കളിയാക്കി. എന്നാൽ കുറുപ്പ് കൊടുത്ത വാക്ക് പക്ഷെ ഒരു ചതിയുടെ തുടക്കമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. പൂവത്തുങ്കൽ തറവാട് പഴയപടിയായി. കുറുപ്പും ആൺമക്കളും സുഭദ്രക്കുട്ടിയെ പഴയ പോലെ സ്നേഹിച്ചു. അല്ല, അങ്ങനെ നടിച്ചു. ഒരാൾ ഒഴിച്ച്, സുഭദ്രക്കുട്ടിയുടെ ഇളയ ആങ്ങള മഹാദേവക്കുറുപ്പ് മാത്രം. ഒരു ദിവസം എന്നെയും കുട്ടപ്പനെയും പരമേശ്വരക്കുറുപ്പ് രഹസ്യമായി വിളിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. 2 ദിവസമായി സുഭദ്ര കുഞ്ഞിന് പനിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ വന്നു കണ്ട വൈദ്യർ പറഞ്ഞത്രേ കുഞ്ഞിന് വസൂരിയാണെന്ന്. പറയുമ്പോൾ കുറുപ്പ് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഈ വാർത്ത സാവധാനം പണിക്കാരുടെ ഇടയിലും അറിഞ്ഞു. തറവാട് പരിസരത്തു നിന്നും പണിക്കാരെ പൂർണ്ണമായും കുറുപ്പ് ഒഴിവാക്കി. ദിവസങ്ങൾ 3-4 കഴിഞ്ഞു. 5-ാം ദിവസം സന്ധ്യ കഴിഞ്ഞപ്പോൾ എന്നെയും കുട്ടപ്പനെയും അവന്റെ ശിങ്കിടികളെയും കുറുപ്പ് പൂവത്തുങ്കിലേക്ക് വിളിപ്പിച്ചു. ഞങ്ങൾ ചെല്ലുമ്പോൾ അകത്തുനിന്നും സ്ത്രീകളുടെ അടക്കി പിടിച്ച നിലവിളി കേൾക്കാം. കുറുപ്പ് വാതുക്കൽ കസേരയിൽ തല കുമ്പിട്ടിരിപ്പുണ്ട്. അകത്തുള്ള പെണ്ണുങ്ങളുടെ നേരെ ചെറിയ കുറുപ്പന്മാരുടെ ആക്രോശം കേൾക്കാം. അരുതാത്തതെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉള്ളൊന്ന് പിടഞ്ഞു. കുറെ നേരം കഴിഞ്ഞ് കുനിഞ്ഞിരുന്ന കുറുപ്പ് എന്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ കണ്ണുകൾ കലങ്ങിച്ചു വന്നിരുന്നു. പോയടാ എന്റെ പൊന്നുമകൾ, അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. അയാൾ തേങ്ങി. അറിയാതെ എന്റെ ഉള്ളിൽ നിന്നും ഒരു നിലവിളി അലച്ചു വന്നു. നെഞ്ചിനകത്തൊരു മിങ്ങൽ. സുഭദ്രക്കുട്ടിയുടെ വിയോഗം ഓർക്കാൻ പോലും പറ്റുന്നില്ല. കൺകോണുകളിൽ നീർക്കുമിളകൾ നിറഞ്ഞ് കാഴ്ച മങ്ങുന്നു. വേലായുധ, കുറുപ്പ് വിളിച്ചു. വസൂരിയാണ്. നേരം പുലരുന്നതിന് മുമ്പേ അടക്കണം. കുടുംബക്ഷേത്രത്തിനും സർപ്പക്കാവിനും അപ്പുറം തെക്കേ തൊടിയിൽ കുഴിയെടുക്കണം. അതിനാണ് നിങ്ങളെ വിളിപ്പിച്ചത്.
കുറുപ്പിന്റെ വാക്കുകളാണ്, അനുസരിച്ചേ പറ്റൂ. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഞാൻ കുട്ടപ്പനെയും കൂട്ടരെയും കൂട്ടി പണിയായുധങ്ങൾ എടുക്കാൻ കളപ്പുരക്കരികിലെ ചായ്പിലേക്ക് നടന്നു. കുഴിയെടുക്കുമ്പോൾ സുഭദ്രക്കുട്ടിയുടെ ചിരിക്കുന്ന മുഖമാണ് കൺമുന്നിൽ. കണ്ണുനീർ വന്ന് കാഴ്ചകൾ മൂടുന്നുണ്ടായിരുന്നു. കുഴിയെടുത്തു കഴിഞ്ഞ് ഞങ്ങൾ കളപ്പുരയ്ക്കടുത്തേക്ക് വന്നു. സമയം 10 മണി കഴിഞ്ഞപ്പോൾ കുറുപ്പിന്റെ മകൻ ബാലകൃഷ്ണൻ വന്നു പറഞ്ഞു, ഞാനും കുട്ടപ്പനും ബാക്കിയുള്ളവരെയും കൂട്ടി അകത്തേക്ക് ചെല്ലാൻ. ബാലകൃഷ്ണന്റെ പുറകെ സുഭദ്ര കുഞ്ഞിന്റെ മുറിയിലേക്ക് കയറിയ ഞങ്ങൾ ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. കുറുപ്പ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് സുഭദ്രക്കുട്ടിയുടെ കൈകാലുകൾ ബന്ധിച്ച് വായിൽ തുണി തിരുകി വെറും നിലത്തിട്ടിരിക്കുന്നു. കുഞ്ഞിന്റെ കെട്ടഴിക്കാൻ കുനിഞ്ഞ എന്റെ നെഞ്ചിൻ കൂടിന് കുറുപ്പിന്റെ ചവിട്ട് വീണു. ചവിട്ടുകൊണ്ട് മലർന്നു വീണ ഞാൻ, എന്താണ് അങ്ങുന്നെ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. കുറുപ്പിന്റെയും മക്കളുടെയും മുഖത്ത് ക്രൗര്യം കലർന്ന ഒരു പുച്ഛച്ചിരിയുണ്ടായി. തറവാടിന് മാനം കളയാൻ പിറന്ന ഇവൾക്കുള്ള ശിക്ഷ മരണമാണ്. അത് ഞാനും എൻ്റെ ഈ 5 മക്കളും കൂടി എന്നേ തീരുമാനിച്ചതാണ്. അതിന് മഹാദേവൻ ഇവിടെ ഇല്ലാത്തൊരു സമയം ഒത്തുവരേണ്ടി വന്നു. ഇല്ലെങ്കിൽ എൻ്റെയും തറവാടിൻ്റെയും മാനം രക്ഷിക്കാൻ അവനെയും കൊല്ലേണ്ടി വരുമായിരുന്നു. മഹാപാപം ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ചു കരഞ്ഞ് എൻ്റെ കഴുത്തിൽ കഠാര വെച്ചുകൊണ്ട് കുറുപ്പിന്റെ മക്കൾ മുരണ്ടു. ഈ വിവരം പുറത്തറിഞ്ഞാൽ നീയോ നിന്റെ കുടുംബമോ ഭൂമിയിൽ ഉണ്ടാകില്ല. കുട്ടപ്പനും കൂട്ടുകാർക്കും കാര്യങ്ങൾ അറിയാം. ഞാൻ പതർച്ചയോടെ കുട്ടപ്പനെ നോക്കി. അവൻ എൻ്റെ മുഖത്ത് നോക്കി ഊറിച്ചിരിച്ചു. തകർന്നിരുന്ന എൻ്റെ മുന്നിലൂടെ അവർ സുഭദ്ര കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി. ആ പോക്കിൽ കുഞ്ഞെന്നെ ഒന്ന് നോക്കി. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവളുടെ വേദന ആ കണ്ണുകളിൽ ഞാൻ കണ്ടു. അറിയാതെ അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അടർന്നു വീഴുന്നത് ബ്രഹ്മദത്തൻ കണ്ടു. കാലം ഇത്രയും കഴിഞ്ഞിട്ടും ആ കാഴ്ച അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ലെന്ന് ബ്രഹ്മദത്തന് മനസ്സിലായി. മരവിച്ച മനസ്സുമായി ഞാൻ വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് ആ ദുഃഖവാർത്ത നാട് മുഴുവൻ അറിഞ്ഞു. അല്ല, കുറുപ്പിന്റെ കൂലിക്കാർ നാട് മുഴുവൻ അറിയിച്ചു. സമയം പോയിക്കൊണ്ടിരുന്നു. ഓർമ്മകൾ നിഴലിക്കുന്നതുപോലെ വേലായുധന്റെ മിഴികൾ നിശ്ചലമായി നിന്നു. സുഭദ്രക്കുട്ടിയുടെ ചടങ്ങുകൾക്കെല്ലാം കുറുപ്പും മക്കളും അതീവ ദുഃഖിതരായി കരക്കാരുടെ മുന്നിൽ മത്സരിച്ച് അഭിനയിച്ചു. എന്നാൽ സുഭദ്രക്കുട്ടിയുടെ മരണശേഷം മഹാദേവൻ ആളാകെ മാറി. അവൻ മദ്യത്തിൽ അഭയം പ്രാപിച്ചു. കുറുപ്പും മറ്റ് 5 മക്കളും പഴയ രീതിയിലേക്ക് വേഗം തിരിച്ചു വന്നു. എന്നാൽ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. സുഭദ്രകുഞ്ഞ് മരിച്ച് 41-ാം നാൾ ആദ്യത്തെ ദുർമരണം പൂവത്തുങ്കൽ നടന്നു. ബാലകൃഷ്ണക്കുറുപ്പിന്റെ ഭാര്യ ഭാരതി സന്ധ്യയ്ക്ക് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെക്കാനായി പോയതാണ്. തെക്കേ തൊടിയിൽ നിന്നും ഭാരതിയുടെ അലറി കരച്ചിൽ കേട്ട് എല്ലാവരും നടുങ്ങി. കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നവർ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. സുഭദ്രക്കുട്ടിയെ മറവ് ചെയ്ത സ്ഥലത്ത് ആ കുഴിമാടത്തിനരികെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഭാരതി. ഗർഭിണിയായിരുന്ന അവളുടെ വയർ കീറി പൊളിഞ്ഞിരിക്കുന്നു. കുറുപ്പിനും മക്കൾക്കും സമനില നഷ്ടപ്പെട്ട പോലെയായി. പൂവത്തുങ്കൽ തറവാടിന്റെ പതനം തുടങ്ങുകയായിരുന്നു. പിറ്റേന്ന് ഭാരതിയുടെ ദഹനം കഴിഞ്ഞ് കുട്ടപ്പനും കൂട്ടാളികൾ 4 പേരും എന്നെ വന്ന് കണ്ടു. എന്തോ പേടി കിട്ടിയ പോലെയായിരുന്നു അവരുടെ ഭാവം. കുട്ടപ്പന് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ കൂടെ കടത്തുകാരൻ ഔദയുടെ മകൻ വർക്കിയും ഉണ്ടായിരുന്നു. അവൻ അന്ന് കുട്ടിയാണ്, 16-17 വയസ്സ് കാണും. അവൻ്റെ മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് കുട്ടപ്പൻ ഞാനുമായി മാറി നിന്നു. അവൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഹൃദയം തകർക്കുന്നതായിരുന്നു. സമനില തെറ്റിയ ഞാൻ അവൻ്റെ ചെകിടിൽ ആഞ്ഞടിച്ചു. എന്നിട്ടും കലി തീരാഞ്ഞ് ഞാൻ കുട്ടപ്പൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. കുട്ടപ്പൻ പ്രതികരിച്ചില്ല. എൻ്റെ ഭാവമാറ്റം കൂടെ വന്നവരിലും ഭയപ്പാടുണ്ടാക്കി. അവർ ഓടി വന്ന് കുട്ടപ്പനെ പിടിച്ചു എഴുന്നേൽപ്പിച്ച് കായൽക്കരയിലൂടെ നടന്നുപോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ വർക്കി വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി വള്ളത്തിൽ കയറ്റി. അവൻ വേഗം വള്ളം തൊഴിഞ്ഞ് ഇക്കരെ എത്തി. ഞാൻ വള്ളത്തിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ വള്ളം കെട്ടിയിട്ട് വർക്കി എൻ്റെ കൂടെ വന്നു. വേലായുധൻ പാപ്പ ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട, അവൻ പറഞ്ഞു. എന്തു പറയാൻ നിൽക്കണ്ടെന്ന്? കുട്ടപ്പൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ ഞെട്ടിപ്പോയി. എന്ത് കാര്യം? ഞാൻ ചോദിച്ചു. എല്ലാം ഞാൻ കേട്ടു. പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി. ഇന്നിനി വയ്യ ബ്രഹ്മദത്ത, ബാക്കി പിന്നെ എപ്പോഴെങ്കിലും പറയാം. സമയം ഒത്തിരിയായി, കിടക്കണം, അയാൾ അവശതയോടെ പറഞ്ഞു. മറുത്തൊന്നും പറയാതെ ബ്രഹ്മദത്തൻ യാത്ര പറഞ്ഞിറങ്ങി. പടിക്കലെത്തിയ ബ്രഹ്മദത്തൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അയാൾ പോകുന്നതും നോക്കി വേലായുധൻ അപ്പോഴും വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. ചെറുവരമ്പത്ത് വീട്ടിൽ താമസിക്കാൻ വന്നവർക്ക് പ്രേതബാധ ഒഴിപ്പിക്കാൻ വന്ന തിരുമേനി പൂവത്തുങ്കൽ തറവാടിന്റെ ചരിത്രം അന്വേഷിച്ചിറങ്ങിയത് നാട്ടിൽ ചർച്ചയായി. നാരായണൻ നായർ തന്റെ പണിക്കാരോട് പറഞ്ഞ കാര്യം 2 ദിവസം കൊണ്ട് നാടറിഞ്ഞിരിക്കുന്നു. എന്തായിരിക്കും ചെറുവരമ്പത്ത് താമസിക്കുന്നവരും പൂവത്തുങ്കൽ തറവാടുമായുള്ള ബന്ധം? അതായിരുന്നു നാട്ടുകാർക്ക് അറിയേണ്ട കാര്യം. പലരും അത് ജാനകിയമ്മയോട് ചോദിക്കുകയും ചെയ്തു. തനിക്കൊന്നും അറിയില്ലെന്ന് അവർ പറഞ്ഞു.
രാവിലെ ജാനകിയമ്മ ബ്രഹ്മദത്തനെ കാണാൻ വന്നു. എന്താ ജാനകിയമ്മേ രാവിലെ? ബ്രഹ്മദത്തൻ ചോദിച്ചു. പുറത്തേക്കിറങ്ങിയിട്ട് കരക്കാര് സ്വൈരം തരുന്നില്ല തിരുമേനി. എല്ലാവർക്കും അറിയേണ്ടത് ഇവിടുള്ളവരും പൂവത്തിങ്കിലുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ എന്ത് പറയാനാ തിരുമേനി? അതിന് മറുപടി പറയാതെ ബ്രഹ്മദത്തൻ ചിരിച്ചതേയുള്ളൂ. ജാനകിയമ്മേ എന്താ തിരുമേനി? ഈ നാട്ടിൽ അടുത്ത കാലത്ത് വല്ല ദുർമരണങ്ങളും നടന്നിട്ടുണ്ടോ? എന്താ തിരുമേനി അങ്ങനെ ചോദിച്ചത്? അവർക്ക് കാര്യം പിടികിട്ടിയില്ല. ഞാൻ ചോദിച്ചത് കുറച്ചു നാളുകൾക്കിടയിൽ ഈ നാട്ടിൽ സ്ത്രീകൾ ആരെങ്കിലും അസ്വാഭാവികമായി മരണപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവർ പറഞ്ഞു, ഉണ്ട് തിരുമേനി. ഇവിടെ അടുത്തായി കിഴക്കേപ്പാടത്തെ ഗോപന്റെ ഭാര്യ സന്ധ്യ. അവളുടെ മരണം ഒരു കൊലപാതകമായിരുന്നു. ആരായിരുന്നു കൊലപാതകി? അയാളെ പോലീസ് പിടിച്ചോ? എങ്ങനെയാണ് അവൾ മരിച്ചത്? ബ്രഹ്മദത്തൻ ആകാംക്ഷയോട് ചോദിച്ചു. അതറിയില്ല തിരുമേനി. ഗോപന്റെ അമ്മ വന്ന് നോക്കുമ്പോൾ അവൾ അടുക്കള ഭാഗത്ത് മരിച്ചു കിടക്കുകയായിരുന്നു. ഭയങ്കര വാർത്തയായ സംഭവമായിരുന്നു. കൊലയാളിയെ പിടിച്ചതായിട്ട് ആരും പറഞ്ഞു കേട്ടില്ല. ജാനകിയമ്മ പോയിരുന്നോ മരിച്ചെന്നവിടെ? ബ്രഹ്മദത്തൻ ചോദിച്ചു. ഇല്ല, ഞാൻ അത്തരം മരണവീടുകളിൽ പോകാറില്ല. അത്തരം കാഴ്ചകൾ എനിക്ക് പേടിയാണ്. പിന്നെ അവിടുത്തെ കാര്യം വിശദമായിട്ട് അറിയണമെങ്കിൽ വിഷ്ണുവിനോട് ചോദിച്ചാൽ മതി. ബ്രഹ്മദത്തൻ ഉടനെ ഹരിയോട് വിഷ്ണുവിനെ വിളിക്കാൻ പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ വിഷ്ണു ചെറുവരമ്പത്തെത്തി. എന്താ ഹരി സാറേ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? അവൻ ചോദിച്ചു. അവന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ബ്രഹ്മദത്തനാണ്. ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് ചോദിച്ചറിയാനുണ്ട്. അതിനാണ് ഹരിയെ കൊണ്ട് നിന്നെ വിളിപ്പിച്ചത്. അയാൾ പറഞ്ഞു. എന്താണ് തിരുമേനിക്കറിയേണ്ടത്? അവൻ ചോദിച്ചു. എനിക്കറിയേണ്ടത് തെക്കേപ്പാടത്തെ സന്ധ്യയുടെ മരണത്തെക്കുറിച്ചാണ്. ജാനകിയമ്മയാണ് പറഞ്ഞത് നിനക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാമെന്ന്. സന്ധ്യയുടെ മരണകാരണമാണ് അറിയേണ്ടതെന്ന് കേട്ടപ്പോഴേ അവന്റെ മുഖം പാടി. സന്ധ്യ മരിച്ചെന്ന് നീ കാണാൻ പോയിരുന്നു. അന്നത്തെ ദിവസം അവൻ അവിടെ കണ്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അയാൾ പറഞ്ഞു, നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം വിഷ്ണു. പോകാം തിരുമേനി. അവൻ പറഞ്ഞു. എങ്കിൽ വാ, ഇറങ്ങാം. നമ്മൾ മാത്രം മതി. അവർ കിഴക്കേപ്പാടത്ത് ചെല്ലുമ്പോൾ ഗോപൻ വീട്ടിലുണ്ടായിരുന്നു. വിഷ്ണുവിനെ കണ്ട് ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് വന്നു. കൂടെയുള്ള അപരിചിതൻ ആരാണെന്ന് വിഷ്ണുവിനോട് അവൻ ചോദിച്ചു. ആരാണ് കൂടെ ഉള്ളതെന്നും അയാൾ എന്തിനാണ് വന്നതെന്നുമുള്ള കാര്യം അവൻ ഗോപനോട് പറഞ്ഞു. ബ്രഹ്മദത്തൻ അപ്പോൾ വരുന്ന വഴി വിഷ്ണു ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സന്ധ്യ മരിച്ചു കിടന്ന സ്ഥലം നോക്കുകയായിരുന്നു. അയാൾ നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു. എന്താണ് തിരുമേനിക്ക് അറിയേണ്ടത്? ഗോപൻ ചോദിച്ചു. ഗോപന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് അയാൾ പറഞ്ഞു. എന്റെ ചോദ്യങ്ങളോ ഞാൻ പറയുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അതെന്താ? ഗോപൻ ചോദിച്ചു. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ടേ തോന്നൂ. പക്ഷേ താമസിയാതെ നിങ്ങൾക്ക് അതാണ് സത്യമെന്ന് ബോധ്യപ്പെടും. അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗോപന് മനസ്സിലായില്ല. ഇപ്പോഴും താങ്കൾ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ഗോപൻ, നിങ്ങളുടെ ഭാര്യയുടെ മരണം പ്രത്യക്ഷത്തിൽ ഒരു കൊലപാതകമാണ്. പക്ഷേ അതൊരിക്കലും ഒരു മനുഷ്യൻ ചെയ്തതല്ല. ഗോപന്റെ മുഖം പെട്ടെന്ന് മാറി. നിങ്ങളെന്ത് ഭ്രാന്താണ് എന്റെ വീട്ടിൽ കയറുമെന്ന് പറയുന്നത്? അവൻ രോഷത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണ് ഗോപൻ. ബ്രഹ്മദത്തൻ ശാന്തത കൈവിടാതെ പറഞ്ഞു. നിങ്ങളുടെ അമ്മയെ ഒന്ന് വിളിക്കാമോ? എന്തിന്? എനിക്ക് ചില കാര്യങ്ങൾ അവരിൽ നിന്നും അറിയാനുണ്ട്. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അയാൾ ഫോൺ എടുത്ത് SI അനന്തരാമനെ വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശാരദ അവരുടെ അടുത്തേക്ക് വന്നു. അവരുടെ പരുവം കണ്ടപ്പോൾ വിഷ്ണുവിന് സഹതാപം തോന്നി. അസുഖം ബാധിച്ചതുപോലെ വിളറിയിരിക്കുന്നു. എനിക്ക് ശാരദ അമ്മയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. മുഖവുര കൂടാതെ ബ്രഹ്മദത്തൻ പറഞ്ഞു. അവർ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. അയാൾ ചോദിച്ചു. സന്ധ്യ മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് ശാരദാമ്മയല്ലേ? അതെ, അവർ വേദനയോടെ പറഞ്ഞു. സന്ധ്യ മരിച്ചു കിടന്നത് താഴെയാണോ അതോ വരാന്തയിലോ? വരാന്തയിൽ. അയാൾ മൂളി. സന്ധ്യ ഗർഭിണിയായിരുന്നോ? ഉവ്വ്. അവൾ ഗർഭിണിയായി കഴിഞ്ഞ് എന്തെങ്കിലും രീതിയിൽ പേടിച്ചതായി ശാരദാമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഗർഭിണിയായി കഴിഞ്ഞ് അവൾ അധികം പുറത്തിറങ്ങാറില്ലായിരുന്നു, പ്രത്യേകിച്ച് സന്ധ്യ കഴിഞ്ഞാൽ. എന്നാൽ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ജനലിൽ എന്തോ വന്ന് തട്ടാറുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പുറത്തു ചെന്ന് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അവർ സംസാരിക്കുന്നതിനിടയിൽ മുറ്റത്തൊരു ബുള്ളറ്റ് വന്നു നിന്നു. അത് ശ്രദ്ധിക്കാതെ ബ്രഹ്മദത്തൻ തുടർന്നു. നിങ്ങൾക്ക് പൂവത്തുങ്കൽ തറവാടുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ ശാരദാമ്മേ. ഞങ്ങൾക്ക് പൂവത്തുങ്കൽ തറവാടുമായി ഒരു കുടുംബ ബന്ധവും ഇല്ല തിരുമേനി. അയാൾ മൂളി. SI അനന്തരാമൻ അവരുടെ ഇടയിലേക്ക് കയറി വന്നു. സന്ധ്യയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരപരിചിതൻ വന്നെന്ന് ഗോപൻ വിളിച്ചു പറഞ്ഞു. ആളെ കാണാൻ വന്നത്, അയാൾ പറഞ്ഞു. ആ ആൾ ഞാനാണ്. ചൂഴറ്റില്ലത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി. എന്താണ് ബ്രഹ്മദത്തൻ അറിയേണ്ടത്? വരവന്റെ ഉദ്ദേശം അനന്തരാമനോട് അയാൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയുന്നത് സന്ധ്യയുടെ മരണം ഒരു നെഗറ്റീവ് എനർജിയുടെ ആക്രമണം മൂലമാണെന്നാണോ?
അതായത് പ്രേതാത്മാവിന്റെ ആക്രമണം? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ബ്രഹ്മദത്തൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. മരിച്ചുപോയ സന്ധ്യയ്ക്ക് പൂവത്തുങ്കൽ തറവാടുമായി ബന്ധമെല്ലതും ഉണ്ടായിരുന്നോ? അയാൾ ചോദിച്ചു. ഇല്ല, ഗോപനാണ് മറുപടി പറഞ്ഞത്. എന്റെ അപ്പൂപ്പൻ പൂവത്തുങ്കലെ പണിക്കാരനായിരുന്നു. എന്തായിരുന്നു അപ്പൂപ്പന്റെ അന്നത്തെ പണി എന്നറിയാമോ? അതറിയില്ല. അപ്പൂപ്പൻ പൂവത്തുങ്കൽ കുറുപ്പന്മാരുടെ വിശ്വസ്തനായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അപ്പൂപ്പന്റെ പേര്? കുട്ടപ്പൻ. ആ പേര് കേട്ടതും ബ്രഹ്മദത്തന്റെ കണ്ണുകൾ തിളങ്ങി. തന്റെ നിഗമനങ്ങൾ ശരിയായതിൽ അയാൾക്ക് സന്തോഷം തോന്നി. പ്രതികളെക്കുറിച്ച് വല്ല സൂചനയും കിട്ടിയോ തിരുമേനി? അനന്തരാമൻ ബ്രഹ്മദത്തനോട് പരിഹാസത്തോടെ ചോദിച്ചു. കിട്ടി. പക്ഷേ അവളെ പിടിക്കാൻ നിങ്ങളുടെ നിയമങ്ങൾക്കാവില്ല അനന്തരാമൻ. അതെന്താണെന്ന് അയാൾ സംശയത്തോടെ ചോദിച്ചു. സന്ധ്യയുടെ മരണം നടന്നിട്ട് മാസങ്ങളായില്ലേ? എന്തെങ്കിലും തെളിവ് പ്രതികളെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല, അയാൾ പറഞ്ഞു. എന്നാൽ എനിക്ക് തെളിവുകൾ കിട്ടി. ആ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രതിയെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബ്രഹ്മദത്തൻ പറഞ്ഞു. നിന്റെ ഭാര്യ എത്രമാസം ഗർഭിണിയായിരുന്നു ഗോപൻ? ബ്രഹ്മദത്തൻ ചോദിച്ചു. 6 മാസം. ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാറിന് കിട്ടിയില്ലേ? കിട്ടി, അനന്തരാമൻ പറഞ്ഞു. അതിൽ അവൾ ഗർഭിണിയായിരുന്നതിന്റെ വല്ല തെളിവും ഉള്ളതായി പറയുന്നുണ്ടോ? അവളുടെ വയറിലല്ലാതെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉള്ളതായി പറയുന്നുണ്ടോ? ചോദ്യം കേട്ട അനന്തരാമൻ ശരിക്കും ഞെട്ടി. റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇയാൾ എങ്ങനെ അറിഞ്ഞു? അയാളുടെ ആത്മകഥ മനസ്സിലാക്കിയിട്ടെന്ന പോലെ ബ്രഹ്മദത്തൻ ചിരിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ബ്രഹ്മദത്തൻ? അയാൾ ചോദിച്ചു. കൊലയാളി ഞാൻ തേടി നടക്കുന്ന ആളായതുകൊണ്ട്. ബ്രഹ്മദത്തൻ പറയുമ്പോൾ അയാളുടെ നോട്ടം പുറത്തേക്ക് നീണ്ടു. അയാളുടെ കണ്ണുകൾ ചുരുങ്ങി. പെട്ടെന്ന് നോട്ടം മാറ്റിക്കൊണ്ട് അയാൾ അനന്തരാമന് നേരെ തിരിഞ്ഞു. അതാണ് സാർ ഞാൻ പറഞ്ഞത്, കൊലയാളി നിങ്ങളുടെ നിയമങ്ങൾക്ക് അതീതനാണെന്ന്. അതെന്താണ് തിരുമേനി? ഗോപനാണ് ചോദിച്ചത്. നമ്മുടെ യുക്തിക്കും ചിന്തകൾക്കും അതീതമായ പല രഹസ്യങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട് ഗോപൻ. ഈശ്വരൻ ഉള്ളതുപോലെ തന്നെ പിശാചുക്കളും ദുരാത്മാക്കളും ഈ പ്രപഞ്ചത്തിലുണ്ട്. ചിലർക്കത് അന്ധവിശ്വാസമായി തോന്നാം, അനുഭവത്തിൽ വരുന്നത് വരെ. അയാൾ പറഞ്ഞു. ഈ കേസിലെ പ്രതിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അനന്തരാമൻ. ഇപ്പോഴല്ല, പിന്നീട്. ആരാണത്? അയാൾ തിരക്കി. പൂവത്തുങ്കൽ കുറുപ്പിന്റെ മകൾ സുഭദ്ര, ബ്രഹ്മദത്തൻ പറഞ്ഞു. അതാരാണ്? അവൾ എന്തിനാണ് എന്റെ ഭാര്യയെ കൊന്നത്? 10-60 വർഷങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട പൂവത്തുങ്കലെ തമ്പുരാട്ടിക്കുട്ടിയാണവൾ. ദുരാത്മാവായി പുനർജനിച്ച അവൾ ദുർമരണങ്ങൾ വിതച്ച് ഈ നാടിനെ ഭീതിയിലാക്കി. ഏറെ നാളത്തെ ശ്രമത്തിനൊടുവിൽ തളക്കപ്പെട്ട രക്തരക്ഷസ്. ഇപ്പോൾ ബന്ധനമുക്തയായ അവൾ പൂർവാധികം ശക്തിയുള്ള രക്തരക്ഷസായി മാറിയിരിക്കുന്നു. പുനർജനിച്ച അവളുടെ ആദ്യ ഇരയാണ് സന്ധ്യ. എന്തിനാണ് അവൾ നിന്റെ ഭാര്യയെ കൊന്നതെന്ന് പിന്നീട് പറഞ്ഞു തരാം. ഞങ്ങൾ ഇറങ്ങുകയാണ് അനന്തരാമൻ. യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങിയ ബ്രഹ്മദത്തൻ പെട്ടെന്ന് തിരിച്ചു വന്നു. അയാൾ ഗോപനോട് പറഞ്ഞു. വൈകിട്ട് ചെറുവരമ്പത്ത്, അതായത് ഹരി താമസിക്കുന്ന വീട് വരെ നീയും അമ്മയും വരണം, മറക്കരുത്. മുഖത്ത് നോക്കി അയാൾ പറയുമ്പോൾ അതൊരു ആജ്ഞയാണെന്ന് ഗോപന് തോന്നി. എന്തിനാണെന്ന് പോലും പറയാതെ ബ്രഹ്മദത്തൻ പുറത്തേക്ക് നടന്നു. ബ്രഹ്മദത്തന്റെ ഭാവമാറ്റത്തിന്റെ കാരണം എന്തെന്നറിയാതെ അനന്തരാമനും ശാരദയും സ്തംഭിച്ചു നിന്നുപോയി. ഗാഠമായ ചിന്തയിലായിരുന്നു ബ്രഹ്മദത്തൻ. ഹരിയുടെ വിളിയാണ് അയാളെ അതിൽ നിന്ന് ഉണർത്തിയത്. സമയം സന്ധ്യയോടടുക്കുന്നു. എന്താണ് ഹരി? വിഷ്ണുവിന്റെ കൂടെ 2 ആളുകൾ തിരുമേനിയെ കാണാൻ വന്നിരിക്കുന്നു. അയാൾ ഹരിയോടൊപ്പം പുറത്തേക്ക് ചെന്നു. ആഗതരെ കണ്ടതും ബ്രഹ്മദത്തൻ മുറിയിലേക്ക് തിരിച്ചു നടന്നു. തിരിച്ചു വന്ന അയാൾ 2 പേരുടെയും കയ്യിൽ ഓരോ ഏലസ് കെട്ടിക്കൊടുത്തു. ഇത് ഇപ്പോൾ തന്നെ ധരിക്കുക. അപ്പോഴേക്കും രാമേട്ടൻ എന്തോ ഒരു പൊതി കൊണ്ടുവന്ന് ബ്രഹ്മദത്തനെ ഏൽപ്പിച്ചു. അയാൾ അത് ശാരദയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. ഈ ചെമ്പ് തകിടുകൾ വീടിന്റെ 4 മൂലയിലായി സ്ഥാപിക്കുക, ഇന്ന് തന്നെ. പിന്നെ ഗോപൻ രാത്രി യാത്രകൾ ഒഴിവാക്കുക. എന്താണ് തിരുമേനി ഇതൊക്കെ? എന്റെ മോന് വല്ല ആപത്തും? ശാരദ പേടിയോടെ ചോദിച്ചു. ആണായും പെണ്ണായും ഇവൻ മാത്രമേ എനിക്കുള്ളൂ. അവർക്ക് കരച്ചിൽ വന്നു. പേടിക്കേണ്ട ശാരദാമ്മേ, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിരിക്കെ, അയാൾ പറഞ്ഞു. എന്തിനാണ് ആ രക്ഷസ് എന്റെ ഭാര്യയെ കൊന്നത്? അവൾ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് നിങ്ങൾ ആരുമല്ല ഗോപൻ ചെയ്തത്, നിന്റെ അപ്പൂപ്പനാണ്. തന്നോട് ചതി ചെയ്തവരുടെ കുലം മുടിക്കുകയാണ് അവളുടെ ലക്ഷ്യം. പുനർജനിച്ചവൾ പകയോടെ തേടിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് സന്ധ്യയുടെ വയറ്റിൽ വളരുന്ന നിന്റെ രക്തമായിരുന്നു. കുട്ടപ്പന്റെ കുലം നിന്നിലൂടെ അവൾ ഇല്ലാതാക്കാതിരിക്കാനാണ് ഇവിടം വരെ വരാൻ പറഞ്ഞത്. അവളുടെ പകയും ശ്രദ്ധയും ഗൗരിയിലായതുകൊണ്ട് മാത്രമാണ് ഗോപൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ നിങ്ങളെ വന്ന് കണ്ടതും ഇപ്പോൾ പറഞ്ഞതുമായ കാര്യം ആരോടും പറയരുത്. അനന്തരാമനോടും പറയണം. അവിടെ വെച്ച് പറഞ്ഞ കാര്യം ആരുമായി പങ്കുവയ്ക്കരുതെന്ന്. അത് ആപത്ത് ക്ഷണിച്ചു വരുത്തലാവും. വിഷ്ണു, നീയും ശ്രദ്ധിക്കണം. ഇപ്പോൾ നീയും അവൾക്ക് ശത്രുവാണ്. അസമയങ്ങളിൽ പുറത്തിറങ്ങരുത്. ഗോപനും അമ്മയും യാത്ര പറഞ്ഞിറങ്ങി.
അവർ ഗേറ്റ് കടന്നു പോയപ്പോൾ ഒരു കാറ്റ് ശക്തിയോടെ വീശിയടിച്ച് അകന്നുപോയി. അപ്പോൾ അവർ പോകുന്നത് നോക്കി നിന്ന ബ്രഹ്മദത്തന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ടായി. ബ്രഹ്മദത്തൻ പറഞ്ഞപ്പോൾ ആണ് വിഷ്ണു തന്റെ കഴുത്തിൽ കിടന്ന ജണ്ടിനെക്കുറിച്ച് ഓർത്തത്. കഴിഞ്ഞ ദിവസം പൂജിക്കാൻ കൊടുത്തിട്ട് അത് വീണ്ടും മാലയിൽ കോർത്തിടാൻ മറന്നിരിക്കുന്നു. അമ്മ പൂജിച്ചു കൊണ്ടുവന്ന് മുറിയിൽ വെച്ചതാണ്. തിരുമേനി പേടിപ്പെടുത്തുന്ന ഓരോന്ന് പറഞ്ഞത് കാരണം ചെല്ലുമ്പോഴേ അതെടുത്ത് മാലയിലിടണം, അവൻ മനസ്സിലുറപ്പിച്ചു. ബ്രഹ്മദത്തനും രാമേട്ടനും റൂമിലേക്ക് പോയി. വിഷ്ണു ഹരിയുടെ കൂടെ ഹാളിലിരുന്നു. ഹരിയുടെ വീട്ടിൽ നിന്നും വിഷ്ണു ഇറങ്ങിയത് കുറച്ചു വൈകിയാണ്. അവിടെ കൃഷ്ണയുടെ പ്രസൻസ് ആണ് അവനെ അത്രയും നേരം പിടിച്ചിരുത്തിയത്. അവളുടെ നോട്ടത്തിന് എന്തോ ആകർഷണമുണ്ട്, കണ്ണുകൾക്ക് കാന്തിക ശക്തിയുള്ളതുപോലെ. വീട്ടിലേക്ക് വണ്ടി ഓടിക്കുമ്പോഴും അവളായിരുന്നു അവൻ്റെ ഉള്ളിൽ. പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു. അവൻ വണ്ടി നിർത്തി ഫോൺ എടുത്തു. വീട്ടിൽ നിന്നും അമ്മയാണ്. ഞാൻ എത്താറായി അമ്മേ പറഞ്ഞുകൊണ്ട് മറുപടിക്ക് കാക്കാതെ ഫോൺ കട്ട് ചെയ്തു. പോക്കറ്റിലേക്കിട്ടവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള വളവ് തിരിയവേ ഒരു കറുത്തിരുണ്ട രൂപം തിടുക്കത്തിൽ അവൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് വന്നു. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയ അവൻ്റെ ബാലൻസ് തെറ്റി വണ്ടിയിൽ നിന്നും മറിഞ്ഞു വീണു. വണ്ടി താനേ നിന്നു. കൂരിരുട്ട്. അവൻ പോക്കറ്റിൽ തപ്പി നോക്കി. മൊബൈൽ തെറിച്ച് എവിടെയോ പോയിരിക്കുന്നു. എവിടെ നിന്നോ നായ്ക്കളുടെ ഓരിയിടയിൽ കേൾക്കുന്നുണ്ട്. മരച്ചില്ലകളിൽ ചേക്കേറിയ പക്ഷികൾ കൂട്ടത്തോടെ ചിലയ്ക്കുന്നുണ്ട്. അവിടെ മാകെ അഴുകിയ മാംസത്തിന്റെ ദുർഗന്ധം പരന്നു. അവന്റെ തലച്ചോറിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. മണിയൻ ചേട്ടൻ പറഞ്ഞ സ്ഥലത്തും ഇതേപോലെ ദുർഗന്ധമുണ്ടായെന്ന് അയാൾ പറഞ്ഞ കാര്യം അവൻ ഓർമ്മ വന്നു. അവൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി. കൂരിരുട്ടാണ്. പേടികൊണ്ട് ശരീരം കുളിർ കോരി. അകലെ നിന്നും ഒരു വണ്ടിയുടെ വെട്ടം കാണുന്നുണ്ട്. ഉള്ളിലെ ആന്തലൊന്നടങ്ങി. എന്നാൽ വണ്ടിയുടെ വെട്ടം അടുത്ത് വന്നപ്പോൾ അവൻ കണ്ടു തൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഭീകര സത്വം. അവൻ്റെ തൊണ്ടയിൽ നിന്നും നിലവിളി ഉയർന്നു. അവൻ്റെ നേരെ പല്ലിളിച്ചു നിന്ന ആ ഭീകരരൂപി ഒരലർച്ചയോടെ ഇരുളിൽ മറഞ്ഞു. ഹരി വണ്ടി നിർത്തിയതും ബ്രഹ്മദത്തൻ ചാടിയിറങ്ങി വിഷ്ണുവിൻ്റെ അരികിലെത്തി. തുള്ളി വിറച്ചു നിന്ന അവൻ്റെ മുഖത്ത് 2-3 പ്രാവശ്യം തട്ടിക്കഴിഞ്ഞാണ് അവൻ അയാളെ തിരിച്ചറിയാനായത്. ബ്രഹ്മദത്തൻ കയ്യിൽ കരുതിയിരുന്ന രക്ഷ അവൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഇനി ആരും നിന്നെ ഭയപ്പെടുത്താൻ വരില്ല. അതാണ് തിരുമേനി, പൂവത്തിങ്കിലെ രക്ഷസാണോ? അവൻ വിറയലോടെ ചോദിച്ചു. അതാരായാലും നിന്റെ അടുത്തിനി വരില്ല, സ്വപ്നങ്ങളിൽ പോലും. അതെൻ്റെ ഉറപ്പാണ്, അയാൾ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഹരി വന്ന് വിഷ്ണുവിൻ്റെ വണ്ടി എടുത്തു. റോഡിൽ കിടന്ന മൊബൈൽ വിഷ്ണു എടുത്ത് നോക്കിയിട്ട് പോക്കറ്റിലേക്കിട്ടു. കയറ് വിഷ്ണു. ഹരി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വിഷ്ണു അവൻ്റെ പുറകിൽ കയറി. ഹരി വണ്ടി ഓടിച്ചു പോയി. ബ്രഹ്മദത്തൻ കാറിൽ കയറി അവരെ പിന്തുടർന്നു. വിഷ്ണുവിനെ വീട്ടിലാക്കി മടങ്ങുമ്പോൾ ഹരി ബ്രഹ്മദത്തനോട് ചോദിച്ചു, തിരുമേനിക്ക് എങ്ങനെ മനസ്സിലായി അവൻ അപകടത്തിലാണെന്ന്? വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന അയാൾ പറഞ്ഞു, എൻ്റെ ഉപാസനാമൂർത്തിയുടെയും പരദേവതകളുടെയും അനുഗ്രഹം കൊണ്ടാണ്. വിഷ്ണു വീട്ടിൽ നിന്നും പോയപ്പോഴേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സുഭദ്രയുടെ നോട്ടം അവനിലായിരിക്കുമെന്ന്. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയതുകൊണ്ട് അവൻ ആപത്തൊന്നും ഉണ്ടായില്ല അല്ലേ തിരുമേനി? നമ്മൾ എത്തിയില്ലെങ്കിലും ഹരി ഭയപ്പെട്ടതുപോലെ ഒരാപത്തും സംഭവിക്കില്ലായിരുന്നു. കൊല്ലുകയല്ല, അവനെ ഭയപ്പെടുത്തുക മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. മറിച്ചായിരുന്നേൽ നമ്മൾ എത്തുന്നതിന് മുമ്പേ അവൾ അത് ചെയ്തേനെ. ഇനിയുള്ള ദിവസങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ അവളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവളുടെ വെല്ലുവിളികളും കൂടും. ആ രക്തരക്ഷസിന്റെ ഒരേ ഒരു ലക്ഷ്യം ഗൗരിയാണ്. അത് നേടുന്നതിനു വേണ്ടി തടസ്സമായി നിൽക്കുന്ന ആരെയും അവൾ കൊല്ലും. ഹരിയോടും കുടുംബത്തോടും അനുകമ്പ കാണിക്കുന്നവർ അവളുടെ ശത്രുവാണ്. അതാണ് വിഷ്ണുവിനെ അവൾ ഭയപ്പെടുത്തിയത്. മണിയനെ കൊല്ലാൻ ശ്രമിച്ച സുഭദ്ര ഇവനെ കൊല്ലാതെ വിട്ടതിനും വ്യക്തമായ കാരണമുണ്ട്. അത് പിന്നീട് പറയാം. നാളെ പകൽ വേലായുധനെ കാണാൻ എനിക്ക് പോകണം. എനിക്ക് ഹരിയെ ഒരു പ്രധാന കാര്യം ഏൽപ്പിക്കാനുണ്ട്. വളരെ രഹസ്യമായി ചെയ്യാനുള്ളതാണ്. ഞാൻ എവിടെ പോകുന്നോ അവിടെയാകും ആ രക്ഷസിന്റെ ശ്രദ്ധ. ആ സമയം കൊണ്ട് ഹരി ഞാൻ പറയുന്ന കാര്യം കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് മാത്രമേ ഹരി ഇറങ്ങാവൂ. പോകുന്ന കാര്യം എന്തിനാണെന്ന് ആരോടും പറയണ്ട. എന്താണ് തിരുമേനി ഞാൻ ചെയ്യേണ്ടത്? ഗൗരിയുടെ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും പൂവത്തുങ്കൽ തറവാടുമായി ബന്ധമുണ്ടോ എന്നറിയണം. ഹരിക്ക് ചിരി വന്നു ബ്രഹ്മദത്തന്റെ വാക്കുകൾ കേട്ടപ്പോൾ. അവൾക്ക് ഇവിടെ ബന്ധുക്കൾ ആരുമില്ല തിരുമേനി. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ തറവാടിനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. പിന്നെ എന്തിന് അങ്ങനെ ഒരു അന്വേഷണം? ബന്ധമില്ലെങ്കിൽ വേണ്ട ഹരി. അന്വേഷിക്കുന്നതുകൊണ്ട് ഹരിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതില്ല തിരുമേനി. എങ്കിൽ നാളെ തന്നെ പറഞ്ഞത് ചെയ്യാം. ബ്രഹ്മദത്തന്റെ ശബ്ദം കനത്തിരുന്നു.
നേരം പുലർന്നപ്പോഴേ ബ്രഹ്മദത്തൻ പുറപ്പെട്ടു. അയാളുടെ മുഖം വളരെ ഗൗരവമായിരുന്നു. അയാൾ പോയിക്കഴിഞ്ഞപ്പോൾ രാമേട്ടൻ സുകുമാരൻ നായരോട് പറഞ്ഞു, ഇന്നലെ തിരുമേനി ഉറങ്ങിയിട്ടില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും അസ്വസ്ഥനായി ഇതിനു മുൻപ് കണ്ടിട്ടില്ല. എന്തോ കണക്കുകൂട്ടലുകൾ തെറ്റിയതുപോലെ. അയാൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. മുറിയിലേക്ക് വന്ന ഗൗരി കണ്ടത് കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഹരിയെയാണ്. ഇന്നെന്താ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞല്ലോ? ഗൗരി ആശ്ചര്യത്തോടെ ഹരിയെ നോക്കി ചോദിച്ചു. അവൻ അവളെ നോക്കി ചിരിച്ചിട്ട് വേഗം വേഷം മാറി. ഇതെങ്ങോട്ടാ ഹരിയേട്ട രാവിലെ? ഒരു സുഹൃത്തിനെ കാണാൻ പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോയി. ബ്രഹ്മദത്തൻ വള്ളക്കടവിലെത്തിയപ്പോൾ സാധാരണയിൽ കൂടുതൽ തിരക്കുണ്ടായിരുന്നു അവിടെ. മറുകരയിൽ നിന്നും വരുന്ന വള്ളങ്ങളിലും നിറയെ ആളുകൾ. വള്ളം കരയ്ക്കടുത്തതും ആളുകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കൂടി നിന്നവർ വള്ളത്തിലേക്ക് കയറാൻ തിരക്ക് കൂട്ടി. ഇന്നെന്താ ഇത്ര തിരക്ക്? ബ്രഹ്മദത്തൻ ചോദിച്ചു. അക്കരയിൽ ഒരു മരണം നടന്നിട്ടുണ്ട്, അവിടെ പോകുവാനുള്ള തിരക്കാണ്, ഒരു യാത്രക്കാരൻ പറഞ്ഞിട്ട് പോയി. ബ്രഹ്മദത്തൻ വള്ളത്തിലേക്ക് കയറി. ആളുകൾ പരമാവധി കയറി കഴിഞ്ഞപ്പോൾ വള്ളക്കാരൻ പറഞ്ഞു, കയറിയത് മതി. മറുകരയിലേക്ക് വള്ളം നീന്തി തുടങ്ങി. വള്ളക്കാരൻ ഉത്സാഹത്തോടെ വള്ളം തുഴയുകയാണ്. കൂടെ ഇരുന്ന ആളോട് ബ്രഹ്മദത്തൻ ചോദിച്ചു, ആരാണ് മരിച്ചത്? അയാൾ പറഞ്ഞു, വേലായുധൻ പാപ്പ. ബ്രഹ്മദത്തൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഇത് താൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും നിനക്കെന്റെ മാർഗം മുടക്കാൻ കഴിയില്ല സുഭദ്രേ, അയാൾ മനസ്സിൽ പറഞ്ഞു. ബ്രഹ്മദത്തൻ ചെല്ലുമ്പോൾ വേലായുധന്റെ ശരീരം വാതിൽക്കൽ കെട്ടിയ പന്തലിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. സമുദായപ്രകാരമുള്ള മരണാനന്തര കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടപ്പനെയും കൂട്ടാളികളെയും കുറിച്ചുള്ള തന്റെ അന്വേഷണം മുടക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. അവരെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മറ്റൊരാൾ അറിയുന്നത് അവൾക്ക് സഹിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് അവൾ നിരപരാധിയായ വേലായുധനെ ഇല്ലാതാക്കിയത്. ശാന്തമായി ഉറങ്ങുന്നത് പോലെ കിടക്കുന്ന വേലായുധന്റെ മുഖത്ത് നോക്കി മൗനമായി പ്രാർത്ഥിച്ചിട്ട് അയാൾ പുറത്തേക്ക് മാറി നിന്നു. സമയമായി. വേലായുധന്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുത്തു. ചടങ്ങുകൾ കഴിഞ്ഞു. ആളുകൾ പിരിഞ്ഞുപോയി. ബന്ധുക്കളും അയൽക്കാരും മാത്രമായി. വേലായുധന ചിത ആളിക്കത്തുകയാണ്. പൂവത്തിങ്കൽ തറവാടിന്റെ രഹസ്യങ്ങൾ പേറി നടന്ന ഒരു ജന്മമാണ് ആ രഹസ്യങ്ങൾക്കൊപ്പം ചിതയിൽ എരിഞ്ഞടങ്ങുന്നതെന്ന് ബ്രഹ്മദത്തൻ ഓർത്തു. ബ്രഹ്മദത്തൻ നിൽക്കുന്നത് കണ്ട് വേലായുധന്റെ മകൻ കുമാരൻ അടുത്തേക്ക് വന്നു. എന്തു പറ്റിയതാണ് അച്ഛന്? കുറച്ചു ദിവസം മുമ്പ് കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, ബ്രഹ്മദത്തൻ ചോദിച്ചു. കുറച്ചു ദിവസമായി അച്ഛൻ അസ്വസ്ഥനായിരുന്നു. ചില ദിവസങ്ങളിൽ പുറത്തേക്ക് നോക്കി നിന്ന് പൊട്ടിച്ചിരിക്കും. പാതിര കഴിഞ്ഞതും മുറിയിൽ നിന്നും സംസാരം കേൾക്കാറുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ജനലിനടുത്ത് നിന്ന് മാറിയിട്ടില്ല. എന്നെ ഭയപ്പെടുത്തണ്ട, എന്റെ കൈകൾ ശുദ്ധമാണ്, അന്ന് ഞാൻ നിസ്സഹായനായിരുന്നു എന്നൊക്കെ പരസ്പര ബന്ധമില്ലാതെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് എന്തു പറ്റിയ അച്ഛൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് വന്ന് കട്ടിലിലിരുന്നു. ഞങ്ങൾ പോരുമ്പോൾ പിന്നെയും എഴുന്നേറ്റ് ജനലിനടുത്ത് ചെന്ന് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കും. എല്ലാം കേട്ട് മൂളിയതല്ലാതെ ബ്രഹ്മദത്തൻ മറുപടി ഒന്നും പറഞ്ഞില്ല. എപ്പോഴാണ് അച്ഛൻ മരിച്ചത്? ഇന്നലെ രാത്രി. സമയം ഏകദേശം 2:30 കാണും. അച്ഛൻ്റെ ഈ പെരുമാറ്റം കാരണം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ആരും ഉറങ്ങിയിരുന്നില്ല. ഒരലർച്ച കേട്ടാണ് ഞങ്ങൾ എല്ലാവരും അച്ഛൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്നത്. അച്ഛനപ്പോൾ ജനലിനടുത്ത് വീണ് കിടക്കുകയായിരുന്നു. അച്ഛൻ്റെ കിടപ്പ് കണ്ടിട്ടാണോ എന്നറിയില്ല, മുറിയിലേക്ക് ആദ്യം ഓടിച്ചെന്ന അനിയൻ്റെ മകൻ അലറിക്കരഞ്ഞുകൊണ്ട് കുഴിഞ്ഞു വീണു. ഞങ്ങൾ അച്ഛനെ എടുത്ത് കട്ടിലിൽ കിടത്തി. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു, അയാൾ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അനിയൻ്റെ മകനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ബ്രഹ്മദത്തൻ ചോദിച്ചു. അതിനെന്താ തിരുമേനി, വരൂ. അയാൾ ബ്രഹ്മദത്തനെയും കൂട്ടി വീടിനകത്തേക്ക് ചെന്നു. അരുണേ, അയാൾ തെല്ലുറക്കെ വിളിച്ചു. ഉടനെ അകത്തുനിന്നും ഒരു യുവാവ് അയാളുടെ അടുത്തേക്ക് വന്നു. എന്താ വല്ലിച്ച? തിരുമേനിക്ക് നിന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന്. അവൻ എന്താണെന്ന ഭാവത്തിൽ ബ്രഹ്മദത്തനെ നോക്കി. എന്താണ് അരുണേ, മുത്തശ്ശന്റെ മുറിയിൽ ചെന്നപ്പോൾ നീ കണ്ടത്? പെട്ടെന്ന് അവന്റെ മുഖം വിളറി. കണ്ണുകളിൽ ഭയം നിറഞ്ഞു. അവന്റെ ശരീരം ചെറുതായി വിറയ്ക്കുന്നുണ്ടെന്ന് ബ്രഹ്മദത്തന് മനസ്സിലായി. അയാൾ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് വീണ്ടും ചോദിച്ചു, പറ, നീ എന്താ അവിടെ കണ്ടത്? മുത്തശ്ശന്റെ അലർച്ച കേട്ടുകൊണ്ടാണ് ഞാൻ അവിടേക്ക് ഓടിച്ചെന്നത്. വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്ന് ഞാൻ കണ്ടത് ജനലിനഭിമുഖമായി മുത്തശ്ശൻ നിലം തൊടാതെ നിൽക്കുന്നതാണ്. ആരോ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഉയർത്തി നിർത്തിയതുപോലെ. പേടിച്ചുപോയ ഞാൻ നിലവിളിച്ചതും മുത്തശ്ശൻ താഴേക്ക് വീണു. അപ്പോൾ ഞാൻ കണ്ടു ജനലിനപ്പുറത്ത് കറുത്തിരണ്ട ഒരു പൈശാചിക രൂപം. എന്നെ കണ്ടതും അത് പെട്ടെന്ന് ഇരുളിൽ മറഞ്ഞു. ഇവൻ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു തിരുമേനി. അയാൾ മൂളി. സാരമില്ല, നീ പേടിക്കേണ്ട.
ഇനി അത്തരം രൂപങ്ങളൊന്നും നീ കാണില്ല, ബ്രഹ്മദത്തൻ അവന്റെ തോളിൽ തട്ടി പറഞ്ഞു. അച്ഛന്റെ കൂട്ടുകാരനായിരുന്ന ഔദമാപ്പിള ഇപ്പോഴും ഉണ്ടോ കുമാര? അയാൾ വിഷയം മാറ്റാനായി ചോദിച്ചു. ഇല്ല, ഔദചേട്ടൻ മരിച്ചിട്ട് വർഷങ്ങളായി. മകൻ വർക്കിയോ? തിരുമേനി അറിയുമോ അവനെ? അയാൾ വെറുതെ മൂളി. അവൻ കുടുംബത്താ താമസം. 2 പെങ്ങന്മാരായിരുന്നു. അവരെ കെട്ടിച്ചത് കോട്ടയത്താ. ഇവനും 2 പെൺമക്കളായിരുന്നു. 2 പേരും കുടുംബത്തോടൊപ്പം വിദേശത്താണ്. അവനും ഭാര്യയെ മാത്രമാ ഇപ്പോൾ വീട്ടിൽ. ഒരുപാട് പോകണോ വർക്കിയുടെ വീട്ടിലേക്ക്? എന്താ തിരുമേനിക്ക് പോണോ അവിടെ? പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്തിനാ തിരുമേനി? വെറുതെ വർക്കിയെ ഒന്ന് കാണാൻ. എന്നെ ഒന്ന് അവിടം വരെ വിടാൻ അരുണിനോട് പറയാമോ? നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഞാൻ അവനെ കൂട്ടി വിടാം. ബ്രഹ്മദത്തനെ കൂട്ടി അരുൺ വർക്കിയുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അയാൾ പറഞ്ഞു. അരുണേ, നീ മുത്തശ്ശന്റെ മുറിയിൽ കണ്ട കാര്യമൊന്നും ആരോടും പറയണ്ട. അവർ പേടിക്കും. ഇല്ല, ഞാൻ പറയില്ല. പക്ഷെ ആ ഭീകരരൂപം എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല തിരുമേനി. നീ അത് മറന്നു കളയ. ഇനി ഒരിക്കലും അത് നിന്നെ ശല്യപ്പെടുത്തില്ല. ദാ കാണുന്നതാണ് വർക്കിച്ചന്റെ വീട്. അവൻ ഒരു മാളിക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി നീ പൊയ്ക്കോ, ഞാൻ പൊക്കോളാം. പറഞ്ഞുകൊണ്ട് ബ്രഹ്മദത്തൻ വർക്കിയുടെ വീട്ടിലേക്ക് നടന്നു. വാതിൽക്കൽ ചാരുകസേരയിൽ കാറ്റും കൊണ്ടിരുന്ന വർക്കി ഗേറ്റിന്റെ ഓടാമ്പൽ നീക്കി കയറി വരുന്ന ബ്രഹ്മദത്തനെ കണ്ട് എഴുന്നേറ്റു. ആരാ? എന്താ? അയാൾ തിരക്കി. ഞാൻ കിഴക്കേക്കരയിൽ നിന്ന വേലായുധൻ പാപ്പയുടെ പരിചയക്കാരനാ. പേര് ബ്രഹ്മദത്തൻ. അതിനെന്താ ഇവിടെ? വർക്കി ചോദിച്ചു. പാപ്പയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാ. അപ്പോഴേക്കും പാപ്പ പോയി. ആദ്യം കണ്ടപ്പോൾ പാപ്പ പറഞ്ഞിരുന്നു ഞാൻ അന്വേഷിക്കുന്ന കാര്യം വർക്കിക്കും അറിയാമെന്ന്. എന്ത് കാര്യം അറിയാമെന്ന്? വർക്കി നെറ്റി ചൊളിച്ചു. അത് കുറിച്ച് പഴയ കാര്യമാ വർക്കിച്ച. നിങ്ങൾ വീട്ടിൽ കയറി വന്ന് ചുറ്റിക്കറങ്ങാതെ കാര്യം എന്താന്ന് പറ. വർക്കിക്ക് ദേഷ്യം വന്നു. വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാൻ വർക്കി. ബ്രഹ്മദത്തന്റെ ശബ്ദം മാറി. എനിക്കറിയേണ്ടത് പൂവത്തുങ്കൽ തറവാട്ടിലെ സുഭദ്രയെക്കുറിച്ചാണ്. അത് കേട്ടതും വർക്കിയിൽ ഞെട്ടലുണ്ടായി. എനിക്കൊന്നും അറിയില്ല. അയാൾ അസ്വസ്ഥനായി. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം വർക്കി. നിങ്ങൾക്കറിയാമെന്ന് എന്നോട് പറഞ്ഞ ആൾ ഇന്നലെ പോയി. വേലായുധൻ പാപ്പ. അയാളുടെ മരണാനന്തര ചടങ്ങും കഴിഞ്ഞാണ് ഞാൻ വരുന്നത്. വേലായുധൻ പാപ്പ ആയുസെത്തിപ്പോയതല്ല വർക്കി. അവൾ പറഞ്ഞു വിട്ടതാണ്. അവളുടെ രഹസ്യങ്ങൾ തേടുന്ന എൻ്റെ പിന്നാലെ അവളുണ്ട്. മാർഗം മുടക്കാൻ. ആരുണ്ടെന്നാ നിങ്ങൾ പറയുന്നത്? സുഭദ്ര. അതിന് നിങ്ങൾക്കെങ്ങനെ അറിയാം അവളെ? ബന്ധനമുക്തിയായി വീണ്ടും അലയുന്ന ആ രക്ഷസിനെ ബന്ധിക്കാൻ വന്നതാണ് ഞാൻ. ബ്രഹ്മദത്തൻ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് തൻ്റെ അടുത്തേക്ക് വന്നതെന്ന് വർക്കിക്ക് ബോധ്യമായി. വർക്കി എന്താണ് ആലോചിക്കുന്നത്? ബ്രഹ്മദത്തൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. ബന്ധനത്തിൽ നിന്നും പുനർജനിച്ച ആ രക്ഷസിന്റെ 2ാമത്തെ ഇരയാണ് വേലായുധൻ. വേലായുധനും കുട്ടപ്പനുമായി പറഞ്ഞ രഹസ്യം എന്താണെന്ന് നിങ്ങൾ കേട്ടതായി വേലായുധൻ എന്നോട് പറഞ്ഞിരുന്നു. അതെന്താണെന്നറിയാനാണ് ഞാൻ വന്നത്. പൂവത്തുങ്കൽ തറവാട്ടിലെ രക്ഷസിനെ തളയ്ക്കുന്നതിന് മുമ്പ് ഇവിടെ നടന്ന ദുർമരണങ്ങൾ വർക്കിക്കും അറിവുള്ളതല്ലേ? ഇനിയും അവൾ അത് ആവർത്തിക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ ബന്ധിക്കണം. അതിനാണ് ഞാൻ വർക്കിയുടെ സഹായം തേടി വന്നത്. അവളുടെ രഹസ്യങ്ങൾ അറിയുന്ന ഭൂമിയിലെ ഏക ആൾ വർക്കിയാണ്. അവളുടെ രഹസ്യങ്ങൾ പേർന്നവർ ഇപ്പോൾ അവളുടെ ശത്രുവാണ്. നിങ്ങൾക്ക് അതെന്നോട് പറയാതിരിക്കാം. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ ഒത്തിരി നിരപരാധികൾ അവളുടെ വൈഷാമികതയ്ക്ക് ഇരയാകുമെന്ന് മാത്രം. ഒരു പക്ഷേ പിന്നീട് എല്ലാം എന്നോട് പറയണമെന്ന് വർക്കി വിചാരിച്ചാലും അതിനുള്ള അവസരം അവൾ തരില്ല. ഞാൻ ഇവിടുന്ന് പോകുന്ന സമയം കൊണ്ട് അവൾ നിങ്ങളെ അവസാനിപ്പിച്ചിരിക്കും. എന്നാൽ സത്യം എന്താണെന്നറിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ബ്രഹ്മദത്തന്റെ വാക്കുകൾ കേട്ട വർക്കി ഭയന്നുപോയി. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അയാൾ പറഞ്ഞു. ഞാൻ എല്ലാം പറയാം ബ്രഹ്മദത്ത.